ചീഫ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അതിൻ്റെ ആ സർക്കാസത്തിൻ്റെ കുന്തമുന കോടതിയല്ല. കോടതി ഉണ്ട് അതിൽ, അത് കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. അങ്ങനെ അതിൽ പറയുന്ന കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വിരമിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനും ഞങ്ങൾ രാജ്യസഭാ അംഗത്വം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കോടതിക്ക് എതിരുള്ളത് മാത്രമല്ലോ, ഭരണകൂടത്തിനെതിരുള്ള കൂടിയാണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്. മൊത്തം GDP ഇത്ര % ഞങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&Dക്ക് വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്നുണ്ട്. അത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ പഠിക്കുന്നത് ബോസ്റ്റണിലാണ്, US ബോസ്റ്റണിലാണ് പഠിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ കേരളത്തെക്കുറിച്ചാണ് ആശങ്ക പറയുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ ഏത് വിധേനയും ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആളുകൾ, ഗവേഷക വിദ്യാർത്ഥികൾ, ഒരാളും ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ മേഖലയിലുള്ള ഒന്നും ഇന്ത്യയിൽ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പോലും അഡ്മിഷൻ നേടേണ്ടതില്ല, ഇവിടെ നിൽക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ റിയലാണ്. അത് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് വരുന്ന ഡിക്കേഡ്സിലുണ്ടാക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ പ്രീമിയർ സ്ഥാപനങ്ങൾ മുഴുവൻ ജാതിയുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പേ അതങ്ങനെയാണ്, ഇന്ന് അത് രൂക്ഷമാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 12 വർഷമായി മോദി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സയൻസ് ശാസ്ത്ര മേഖലയ്ക്കും ഗവേഷണ മേഖലയ്ക്കും 10 പൈസ നീക്കി വയ്ക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ റെപ്യൂട്ടേഷൻ ഇടിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി തൊഴിലിൻ്റെ സാഹചര്യം, ഈ രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത്. യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഒരുപക്ഷെ ഇന്ത്യയിലെ അതിൻ്റെ അയൽവാസികളായ അയൽ രാജ്യങ്ങളെക്കാൾ, ഇപ്പോൾ ചൈനയാവട്ടെ മറ്റ് അയൽ ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ മോശമാണ് ആ കാര്യത്തിൽ ഇന്ത്യ. ഈ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കണക്ക് നമ്മൾ ഇവിടുത്തെ കണക്കെടുത്തിട്ടല്ല കേട്ടോ പറയുന്നത്. അത് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ADB-യുടെയും ഒക്കെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ മോശമാണ്. ഇനി ഇന്ത്യയിൽ പഠിച്ചാൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ജെൻസി കുട്ടികളോടോ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യയിൽ എന്ത് പഠിച്ച് എന്ത് ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും കുട്ടി എനിക്ക് ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്? ഇല്ല. ഞാൻ സംസാരിക്കുന്ന ആ ഏജ് ഗ്രൂപ്പിലുള്ള മുഴുവൻ കുട്ടികളും എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം അവർ ഇന്ത്യയെ ഒരു ആശയറ്റ രാജ്യമായി തന്നെ അവർ കാണുകയാണ്. പുതിയ തലമുറ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആ പ്രതീക്ഷയില്ലായ്മ, ആ ഫ്രസ്ട്രേഷൻ, അതാണ് അവർ ഇങ്ങനെ സർക്കാസായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ റിയലായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, ഈ സർക്കാസം, ഇത് ലക്ഷ്യം വയ്ക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്ന അർബൻ യൂത്താണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള യൂത്തുണ്ട്. അവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. ഒന്ന്, കാർഷിക മേഖല തകരുന്നു, കാർഷിക മേഖലയിൽ ജോലി സാധ്യത ഇല്ലാതാവുന്നു. എന്നാൽ ഈ ഉൽപ്പാദന മേഖല, കാർഷിക ഉൽപ്പാദന മേഖല മറ്റൊരു ഭാഗമായ വ്യവസായ മേഖലയിൽ ഒരു തരത്തിലുള്ള വളർച്ചയില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയുടെ വ്യവസായ മേഖലയിൽ വളർച്ച നോക്കുക, താഴോട്ടാണ്. അപ്പോൾ അവിടെയും ഒരു സാധ്യതയുമില്ല. പിന്നെ എന്ത് ജോലി ചെയ്ത് ജീവിക്കും? എന്ത് ജോലി ചെയ്ത് യുവാക്കൾ ജീവിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇനി പട്ടാളത്തിൽ ചേരാമെന്ന് വെച്ചു, അവിടെ ചെല്ലുമ്പോൾ അഗ്നിവീർ പദ്ധതി നടപ്പാക്കുകയാണ് അവിടെ. ഇത് ഇന്ത്യയിലെ യുവാക്കൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് ഈ 10 വർഷം, ഈ കഴിഞ്ഞ 12 വർഷം മോദി ഭരിച്ചതിൻ്റെ അലയൊലികൾ, അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന ഒരു 50 വർഷത്തേക്കായിരിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇന്ത്യയിൽ യുവാക്കൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് ഒളിച്ചാണെങ്കിലും മെക്സിക്കോ വഴിയൊക്കെ കാൽനടയായിട്ടാണെങ്കിലും പോകുന്നത് ഏത് സംസ്ഥാനം എന്നാണെന്ന് അറിയാം? ഗുജറാത്തിൽ നിന്നാണ്. ഇപ്പോൾ മോദി 10 വർഷം ഭരിച്ച് സ്വർഗമാക്കിയ സംസ്ഥാനത്ത് നിന്ന് എന്തിനാണ് ഗുജറാത്തികൾ അമേരിക്കയിലേക്ക് മരിച്ചിട്ടായാലും കാനഡ വഴി തണുപ്പത്തോടെയൊക്കെ നടന്ന ആളുകൾ മരിക്കുകയാണ് ഗുജറാത്തിൽ പോകാൻ, അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി. എന്തിനാണ് ആളുകൾ പോകുന്നത്? അത് ഇന്ത്യ ഒട്ടും അങ്ങനെ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും യുവാക്കൾക്കില്ലാത്ത ഒരു രാജ്യമായി മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ യുവാക്കൾ ആ അർത്ഥത്തിൽ കൂടുതൽ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ വരണം, ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള വിഷ്വൽസ്, വീഡിയോസ്, റീൽസ് രാഹുൽ ഗാന്ധിയുടേതാണ്. അദ്ദേഹം സംസാരിക്കുന്നതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ഷിഫ്റ്റ് എവിടെ പ്രതിഫലിക്കുന്നില്ല? ബാലറ്റ് ബോക്സിൽ പ്രതിഫലിക്കുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ.